തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി വാരണാസിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന മോദി. കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിസാൻ സമ്മാൻ നിധി വ്യാപകമാക്കുന്നതിന് നിരവധി നിയമങ്ങൾ ലളിതമാക്കി. ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ ഉയർത്തുന്നതിന് കൃഷിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം, ഉജ്ജ്വലമായ വിജയത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിൽ എത്തിയിരിക്കുന്നു. ഗംഭീര സ്വീകരണമാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. കിസാൻ സമ്മാൻ സമ്മേളന പദ്ധതി അദ്ദേഹം പങ്കെടുത്ത് സംസാരിച്ചു. അല്പസമയത്തിനകം വാരാണസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ദർശനം നടത്തുമെന്നാണ് വിശദാംശങ്ങൾ. നന്ദൻ. നമ്പ്യാർ, മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ഇത് ആദ്യമായാണ് തന്റെ മണ്ഡലത്തിൽ എത്തുന്നത്. വലിയ ജന ആരവമാണ് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത്. അവിടെ കിസാൻ സമ്മാൻ സമ്മേളനത്തിൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ ഘാട്ടിൽ നടക്കുന്ന ഗംഗാ ആരതിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിലും പങ്കെടുക്കും. വലിയ ആരവമായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. വലിയ ഖരഘോഷത്തോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ വേദിയിൽ വരവേറ്റത്. ജനങ്ങൾക്ക്, വാരണാസിയിലെ ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചത്. തന്റെ സ്വത്ത് ജനങ്ങളുടെ വിശ്വാസമാണെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, രാജ്യത്തിനായി കഠിനാധ്വാനം, രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തതിന്റെ പ്രവൃത്തി ഫലം എന്ന നിലയിലാണ് മൂന്നാം തവണയും ജനങ്ങളെ സേവിക്കുവാനുള്ള ഒരു അസുലഭ നിമിഷം ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ജനങ്ങളെ, ദരിദ്രരായിട്ടുള്ള ജനങ്ങളെയും അതേപോലെ തന്നെ കർഷകരെയും ഈ ഭാരതത്തിന്റെ പ്രയാണത്തിലേക്ക്, ഭാരതത്തിന്റെ പുതിയ പ്രയാണത്തിലേക്ക് ഒപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെ ആയിരിക്കും ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. താൻ അധികാരമേറ്റ ശേഷം ആദ്യമായി ഫയലിൽ ഒപ്പുവെക്കുന്നത് കിസാൻ സമ്മാൻ നിധിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ 17ാം ഗഡു വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള ഫയലിലാണ് ഒപ്പുവെച്ചത്. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക്, ഏതാണ്ട് 10 കോടിയോളം കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. 20,000 കോടി രൂപയാണ് കർഷകരിലേക്ക് എത്താൻ പോകുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 3 കോടി പുതിയ വീടുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ക്യാബിനറ്റിലുണ്ടായി. ഇതെല്ലാം ജനങ്ങളെ അദ്ദേഹം ധരിപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ മൂന്നാമതും പ്രധാനമന്ത്രിയായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി അടുത്തത് ഗംഗാ ആരതിയിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത പ്രധാന ചടങ്ങ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വാരണാസി കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രത്യേക പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കുക. നമ്പ്യാർ. വോട്ടർമാരോട് നന്ദി പറഞ്ഞ രാജ്യത്തെ പ്രധാന സേവകൻ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായി വാരണാസിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന മോദി. കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്പസമയത്തിനകം അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.